No. Mandu. 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 ഹലോ ഗായ്സ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ എണീച്ചിട്ടുള്ള കാഴ്ച കേട്ടോ ഇത്. അപ്പുറത്തെ വീട്ടിലൊരു അമ്മമ്മയുണ്ട്. ആ അമ്മമ്മയോട് നുണ പറയലാണ് മെയിൻ പരിപാടി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പേര് പറഞ്ഞു കൊടുത്താലോ സ്ഥലം പറഞ്ഞു കൊടുത്താലോ എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അവളെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയല്ല, ഇപ്പോൾ കുളിക്കാൻ കുറച്ച് മടിയുണ്ട് കേട്ടോ. പഴയ പോലെയല്ല, ഇപ്പോൾ തലക്ക് വെള്ളമില്ലാക്കാൻ ഭയങ്കര മടിയാണ്. കുറച്ച് കരച്ചിലും പരിഭവം പറച്ചിലൊക്കെ കൂടുതലാണ്. അതിന് ശേഷം പൊട്ട് തൊടിക്കലും ഭയങ്കര ചടങ്ങായിട്ടുണ്ട്. ഇപ്പോൾ പൊട്ട് തൊടാൻ വിടൂല, കണ്ണെഴുതാൻ വിടൂല, എല്ലാം ഒരു ചടങ്ങാണ്. എന്തെങ്കിലും എഴുതണമെങ്കിൽ ഞാൻ എന്നെ തിരിച്ച് അവൾ എന്തെങ്കിലും ചെയ്യുന്നതിലെ പ്രോമിസ് കൊടുത്താലേ അവൾ എഴുതാൻ വിടുള്ളൂ. ഇതാ കാണില്ലേ, ഇതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് അവളെയും കൊണ്ട് ഞാൻ താഴോട്ട് വന്നിട്ടുണ്ട് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 11 മണി സ്നാക്ക്. അപ്പോൾ ദുദ്ദുവിൻ്റെ ഒരു ട്രൈ സൈക്കിൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പോൾ പെണ്ണ് കുറച്ച് എക്സ്പേർട്ടായിട്ട് വന്നിട്ടുണ്ട്. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് പെണ്ണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഈവനിങ് അവളെയും കൂട്ടിയിട്ട് അച്ചു ഞാനും ജിമ്മിലോട്ട് വന്നു. ജിമ്മിലെ വർക്കൗട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ ഐറ്റം എടുത്തിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം ഒരു ഐഡിയ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഡെയിലി നമ്മളിത് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ ജിമ്മിൽ നിന്ന്. അപ്പോൾ അതൊക്കെ അവൾ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, അവളെ കൂടെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സാധനങ്ങൾ എടുത്തു കൊടുക്കണം, ഡമ്പൽ എടുത്തു കൊടുക്കണം, സ്കിപ്പ് ചെയ്യുന്ന റോഡ് എടുത്തു കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ഒരു 7-7 ആകുമ്പോൾ നമ്മൾ നെസ്റ്റോയിലേക്ക് പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങി. സ്ഥിരം പർച്ചേസ് എന്ന് പറയുമ്പോൾ അവൾ എക്സൈറ്റഡ് ആണ്. ഭയങ്കര ഡ്രസ്സ് ഇടാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പർച്ചേസിനൊക്കെ വന്നു, അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. അവൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ തന്നെ അവൾ ഹാപ്പിയായി അടങ്ങിയിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന സ്ഥലം അല്ലാതെ ടൂലെ നെസ്റ്റോ ആണ് കേട്ടോ. ഇവിടെ അറിയാലോ, നമ്മുടെ പാവങ്ങളെ റേഷൻ കട എന്ന് പറയുന്ന പോലെ അത്യാവശ്യം വില കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വില കുറവും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെയാണ് മോസ്റ്റ്ലി നമ്മൾ വരിക. ലുലുവിൽ പോകാറില്ല, പൊതുവേ കുറച്ച് ദൂരമാണ് ലുലു. അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, സീ യു ഗായ്സ്.